ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ പറഞ്ഞാൽ ഒരു Q&A വീഡിയോ ആണ്. സോ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, Q&A വീഡിയോ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട്. സോ മുൻപ് ചെയ്ത Q&Aയേക്കാളും ഒരുപാട് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് ഇതിന്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ ചെയ്യാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എൻ്റെ അതേ പേരുള്ള ഒരാളാണ്, സിനാൻ 786 ആണ്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒന്ന് രണ്ട് പേർക്കൊക്കെ അറിയാം, കൂടുതൽ പേർക്കൊന്നും അറിയില്ല. അപ്പോൾ അവർ വിചാരിക്കും ഞാൻ തന്നെയാണ്, ഞാനല്ല. ഓക്കെ ബ്രോ, എനിക്ക് +2 PCM-ൽ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോർമലൈസ്ഡ് മാർക്ക് 264 ലുക്കിംഗ് ഫോർ ടീമിൻ്റെ ടോപ്പ് CSE EC ഒക്കെ കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കൊരു EC CSE ഒക്കെ നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 5000-6000 റാങ്കിൻ്റെ അടിയിലേക്ക് എന്തായാലും വേണ്ടി വരും. 5000 മതിയാവും. 5000 ഉണ്ടെങ്കിൽ CS കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ റിസർവേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊന്നും ബ്രോ പറഞ്ഞിട്ടില്ല. സിനാൻ എന്നുള്ള പേരിൽ തന്നെ MU കാറ്റഗറി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഒരു 5000-6000 റാങ്കിൻ്റെ ഉള്ളിൽ കിട്ടേണ്ടതാണ് CSE അല്ലെങ്കിൽ EC ഒക്കെ കുഴപ്പമില്ലാത്ത ഗവൺമെൻറ് കോളേജിൽ. സോ അതിനൊരു 5000-6000 റാങ്ക് എയിം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു 450 മാർക്ക് നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. അതിലും ഒരു 440 വരുള്ളൂ. സോ 450 നിന്ന് -264, അതായത് ഈ നോർമലൈസ്ഡ് മാർക്ക് കിട്ടുന്ന മാർക്ക് 300ലേക്ക് നോർമലൈസ് ചെയ്ത കീമിൻ്റെ മാർക്കാണ്. അത് × 2 ചെയ്താൽ നമുക്ക് 600ൽ വാങ്ങേണ്ട മാർക്ക് എത്രയെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയും മാർക്ക് എയിം ചെയ്ത് പഠിച്ചാൽ മതി, കിട്ടേണ്ടതാണ്, ഒരു കുഴപ്പമില്ല. ഓക്കെ, അടുത്തതാണ് അയാം സന 7895 ആണ് ചോദിച്ചേക്കുന്നത്. I completed my lectures but not studied and now started and done equation book for physics chemistry. Now chemistry I want to come here class math full weight. No give my physics chemistry complete. If I could just have time to do POQ. Okay, same here. അപ്പോൾ അതിന് ആ കമൻറ്റിന് ആ സെയിം അവസ്ഥയുള്ള ഒരാളും കൂടി ഉണ്ട്. സോ അതിൽ ചോദിച്ചേക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ചോദ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞ ലെങ്ത് കൂട്ടുന്നില്ല. സോ അതിലിപ്പോൾ ഫിസിക്സിൻ്റെ ഇക്വേഷൻ ബുക്ക് ഡൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫിസിക്സിൻ്റെ ചെയ്യുന്നതിനേക്കാളും നല്ലത് മാത്സ് ചെയ്യാണ്. മാത്സിലാണ് കുറച്ചുകൂടി വെയിറ്റേജ് കൂടുതലുള്ളത്. കെമിസ്ട്രിയുടെ ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഫസ്റ്റ് മാത്സിൻ്റെ ചെയ്യുക. മാത്സിൻ്റെ ഇക്വേഷൻ ബുക്ക് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പറയുന്നില്ല, കാരണം നോട്ടുള്ള സ്ഥിതിക്ക് എൻ്റെ നോട്ടുള്ള കാരണം പിന്നെ എനിക്ക് കുറച്ച് ടൈം ഉള്ളതുകൊണ്ടാണ് മാത്സിൻ്റെ ഇക്വേഷൻ ബുക്ക് ഞാൻ ഉണ്ടാക്കിയത്. ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് നല്ലത്, നല്ല കാര്യമാണ്. നമുക്ക് അപ്പോഴാണ് നമ്മൾ എഴുതിയത് എന്തൊക്കെയാണ് കറക്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. സോ അപ്പോൾ ഇതിലിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നോട്ട് നോക്കിയിട്ട് കിട്ടണം PYQ 24-ലൊക്കെ 25-ലൊക്കെ സോൾവ്ഡ് PYQ ഉണ്ട് PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസിൽ. സോ അത് നോക്കി സോൾവ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാ ചാപ്റ്റേഴ്സും അങ്ങനെ റൗണ്ട് ചെയ്തെത്തിയ ഈ 24-25 വീണ്ടും ചെയ്ത് നോക്കുക. അപ്പോഴന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാണ്ട് പോകും. അതിനെ വീണ്ടും ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ 23-20 ഒരു 20 ഒക്കെ വരെ ചെയ്താൽ മതി. ഇനി അതിനുള്ള ടൈമുണ്ടല്ലോ നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ലെക്ചേഴ്സ് കണ്ടിട്ട് PYQ ഫസ്റ്റ് സോൾവ് ചെയ്യുക. സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ ഫസ്റ്റ് ഇരിക്കുമ്പോൾ അത്യാവശ്യം ടൈം പോകും. മാത്സ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക, അതായത് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നോക്കി പഠിക്കുക. വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നോക്കി പഠിക്കുക. ഫിസിക്സ് കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക് പഠിക്കുക മെയിനായിട്ട്. പിന്നെ DNF, കോർഡിനേഷൻ, കെമിക്കൽ ബോണ്ടിങ്, സൊല്യൂഷൻ, കൈനറ്റിക്സ്, ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ്, ഈ ചാപ്റ്റേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. പ്രോ ഫിസിക്സ് അടുത്ത് ചോദിച്ചിട്ടുള്ള ആദിത്യൻ X5W എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോയാണ്. പ്രോ ഫിസിക്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കണം. സിമ്പിൾ ആൻഡ് വെയിറ്റേജ്. ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഫസ്റ്റ് തന്നെ യൂണിറ്റ്സ്, മോഷൻ ഇൻ 1D 2D, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, പവർ, റൊട്ടേഷൻ മോഷൻ, ഫ്ലൂയിഡ്സ്, കൈനറ്റിക് തിയറി, തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ഇയറിൽ. അത് കഴിഞ്ഞിട്ട് റേ ഓപ്റ്റിക്സ്, വേവ് ഓപ്റ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ആ 2 ഇലക്ട്രിക് ചാർജസും പൊട്ടൻഷ്യലും ചാപ്റ്റേഴ്സ്, മൂവിങ് ചാർജസ്, EMI ആൻഡ് AC, പിന്നെ സെമി കണ്ടക്ടേഴ്സ്, ഇതൊക്കെ ഫസ്റ്റ് പഠിക്കുക. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഓൾമോസ്റ്റ് 75% ആയിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അതിന് ശേഷം പഠിക്കുക. ഇതൊക്കെയാണ് നല്ല വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സ്, പ്രത്യേകിച്ച് സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയർ ഫിസിക്സിലൊക്കെ. ഫ്ലൂയിഡ്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ നല്ല വെയിറ്റേജുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, അടുത്തത് വീണ്ടും സിനാൻ 786 എന്ന് പറഞ്ഞ ബ്രോയാണ്. ദ ബെസ്റ്റ് ടോപ്പ് കോളേജസ് ലൈക്ക് CET, GC, തൃശ്ശൂർ, TKM, കൊല്ലം, കുസാറ്റ് ഫോർ CSE or EC. ഏറ്റവും ബെസ്റ്റ് കുസാറ്റ് ശരിക്കും ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമുക്ക് എക്സ്പോഷർ കൂടുതൽ കുസാറ്റിലായിരിക്കും. പക്ഷേ നിങ്ങളൊരു ജോബ് ഓറിയൻറ്റഡ് കരിയറാണ് നോക്കണമെങ്കിൽ ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റ് വരിക ഈ കോർ ബ്രാഞ്ചസിനൊക്കെ CET, GC തൃശ്ശൂർ, ഓക്കെ, TKM കൊല്ലം. ഇത് രണ്ടും ഒരേ ലെവൽ കോളേജസാണ്. അല്ല, CET ഒരു എക്സ്ട്രാ റപ്പ് തന്നെ ഉണ്ട് CETക്ക്. GC തൃശ്ശൂർ, TKM കൊല്ലം ഓൾമോസ്റ്റ് സെയിം ആണ്.
സോ ഒന്നുകൂടി ഈസി CSE എടുക്കുകയാണെങ്കിൽ പ്ലേസ്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ CET GC ഒക്കെ നോക്കുകയായിരിക്കും നല്ലത്. ഞാനും മുന്നിൽ കുറേ ആൾക്കാരിൽ നിന്ന് കേട്ടതും അതിങ്ങനെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കുസാറ്റ് കൂടുതൽ ഹയർ സ്റ്റഡീസൊക്കെ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ MTech ഒക്കെ ചെയ്യാനാണ് പ്ലാനെങ്കിൽ കുസാറ്റിലേക്ക് പോവുകയായിരിക്കും നല്ലത്. ഓക്കെ, വിച്ച് ആർ ദ ബെസ്റ്റ് കോളേജസ് അണ്ടർ കീം? GC, CET, TKM, NSS നിൽക്കട്ടെ. NSSനായിട്ട് മുന്നേ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. CSEക്കും ECക്കും GC തൃശ്ശൂരിനേക്കാളും CETനെ അടിയിലാണ് മോഡൽ എഞ്ചിനീയറിംഗിൻ്റെ സ്ഥാനം. GCനേക്കാളും മുന്നിലാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ GC, TKM, MA കോളേജ് കോതമംഗലം, RIT, NSS കണ്ണൂർ, ശ്രീകൃഷ്ണപുരം, GC പാലക്കാട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടുക്കി, വയനാടൊക്കെ. ബ്രോൻ്റെ വീഡിയോ കണ്ടു ഞാൻ. അടുത്ത ക്വസ്റ്റ്യനാണ് അമൃത KP2P. ഓക്കെ, ബ്രോൻ്റെ വീഡിയോ കണ്ടു ഞാൻ. ഹെൽത്ത് ബുക്ക് വാങ്ങിച്ചു. ബട്ട് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ യൂട്യൂബിൽ വീഡിയോ നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒന്നും ബുക്കിലില്ലല്ലോ, അതെന്താ അങ്ങനെ? ബ്രോ അങ്ങനെ തോന്നിയോ? അത് ചില ചാപ്റ്റേഴ്സ് അരിഹന്തിൻ്റെ ബുക്കിൽ എന്താ പറയുക, വേറെ നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്തിട്ട് വരിക. ഇപ്പോൾ ഞാൻ നല്ല ട്രിഗ്നോമെട്രിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പണിയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. സോ ട്രിഗ്നോമെട്രി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇതുണ്ട്, PYQ ബുക്കിൽ എടുക്കുന്നുണ്ട്. പക്ഷേ അത് ക്ലാസ്സസിൽ ചെയ്തിട്ടില്ല. പക്ഷേ അത് ശരിക്കും ട്രിഗ്നോമെട്രിയിലും ഉണ്ട്, പിന്നെ അപ്ലിക്കേഷനും ഡെറിവേറ്റീവ് ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ ഇവിടെ കാണാത്ത ക്വസ്റ്റ്യന് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്ലബ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കതും അങ്ങനെ മിസ് ചെയ്ത് പോകുന്നുണ്ടാവുക വീഡിയോയിൽ കാണുമ്പോൾ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ PYQ ബുക്കിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ ഒന്നോ ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ മിസ്സിങ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും മിസ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഞാൻ PYQ സോൾവ് ചെയ്തല്ല, മൊത്തത്തിലല്ല, നല്ല സോൾവ് ചെയ്ത ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോയിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് മിസ്സായിട്ട് പോലെ തോന്നും. പക്ഷെ അത് വേറെ ക്ലബ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ വേറെ ചാപ്റ്റേഴ്സിലുണ്ടാവും. ഓക്കെ, ഇനി അടുത്താണ് ബെനിഫിറ്റ്സ് ഓഫ് ചിൽഡ്രൻസ് ഇൻ ഫിഷർമാൻ ആൻഡ് റിസർവേഷൻ കാറ്റഗറി. ഓക്കെ, ഇതിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ കമൻറ്റിനുള്ള വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയാം, അതിൽ നിങ്ങൾക്ക് സീറ്റ് റിസർവേഷനും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫീ റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വേണ്ട കാറ്റഗറിയിൽ വരുന്നതാണ്. നിങ്ങൾ സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് സിയുടെ മുമ്പിൽ ഹാജരാക്കണം നമ്മൾ അപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ, അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഇങ്ങനെ ഫ്രീ റിഡക്ഷനും പിന്നെ അതുപോലെ തന്നെ കോളേജിൽ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉള്ള കോളേജസ് ഉണ്ട് ഈ കാറ്റഗറിക്ക് വരുമ്പോൾ. സോ അതുണ്ട്, ഞാൻ വീഡിയോയിൽ കമൻറ്റ് വീഡിയോയിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യനാണ് ബ്രോ ബെനിഫിറ്റ് പറഞ്ഞു. അതിനടുത്ത് നിക്കി 524. ഓക്കെ, ബ്രോ റിപ്പീറ്റേഴ്സ് ഇൻ സ്റ്റാൻഡർഡൈസേഷൻ്റെ ഭാഗമായി മാർക്ക് കൊടുക്കും. കഴിഞ്ഞ ഇയർ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ഇയർ വേറെ ഒരു ടൈപ്പ് നോർമലൈസേഷൻ മെത്തേഡായിരുന്നു. ഈ ഇയർ അങ്ങനെയൊന്നുമില്ല. +2 മാർക്ക് എങ്ങനെയാണോ +2 മാർക്ക് നമ്മുടെ നോർമലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്തേക്കുന്നത് അതുപോലെ കിട്ടുന്ന മാർക്ക് തന്നെയാണ് നമുക്ക് കിട്ടുക. അല്ലാണ്ട് വേറെ മാർക്സൊന്നും നമ്മളെ കുറയ്ക്കില്ല. ഓക്കെ, ഒരു കീ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ സൈറ്റ്സ് അതർ ദാൻ ബ്രില്യൻറ്റ് സൈറ്റ്. ടെക്സ്റ്റ് ബുക്ക് കണ്ടൊരു ആപ്പ് ഉണ്ട് ബ്രോ, അതൊന്ന് ചൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സാക്ക് എന്ന് പറഞ്ഞൊരു ബ്രോയാണ്. അടുത്തത് അക്ഷയ് പ്രദീപ് എന്ന് പറഞ്ഞ ബ്രോൻ്റെ ക്വസ്റ്റ്യനാണ്. ബ്രോ കീമിൽ NCCB സർട്ടിഫിക്കറ്റ് ബോണസ് മാർക്ക് ഉണ്ടോ? ബോണസ് മാർക്കല്ല, നിങ്ങൾക്ക് എന്തോ സീറ്റ് റിസർവേഷൻ എന്തോ കാര്യങ്ങൾ എന്തോ ഉണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഇനി അടുത്താണ് അതുൽ R3G. വിച്ച് ഇയർ ആണ് +2 കഴിഞ്ഞത്? 24 ആണ് ബ്രോ, ഞാൻ റിപ്പീറ്ററാണ്. ഓക്കെ, അതുകൊണ്ടാണ് കുറേ പേര് ചോദിക്കുന്നത് എന്താണ് ഇത്ര പഠിക്കാനുള്ള മോട്ടിവേഷനും കാര്യങ്ങളെന്നൊക്കെ. പഠിക്കാനുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്ററാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഓക്കെ, അടുത്തത് വിദ്തു 800 ബ്രോ ആണ്. കീം റാങ്ക് മാർക്ക് വാസസ് റാങ്ക് എന്ന് പറയുന്നത് ടോപ്പിക്ക് എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 24ൽ വേണ്ട മാർക്കും കാര്യങ്ങളല്ല 24ൽ വന്നേക്കുന്നത്. ഓക്കെ, ഞാനെപ്പോഴും ഈ റാങ്ക് നിങ്ങൾക്ക് എത്ര വേണമെന്ന് പറയുന്നതൊക്കെ 25 ബേസ് ചെയ്തിട്ടാണ്. 24ൽ 410 കിട്ടിയ കുട്ടിയുടെ റാങ്ക് 5000. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഇയർ 410 ഉണ്ടെങ്കിൽ 10000 ഒക്കെ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ബ്രോ, നമ്മൾ ലാസ്റ്റ് ഇയർ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ 24ൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ അത്യാവശ്യം ഒരു 2 മാസം കൊണ്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ടഫായിട്ട് എന്താ എനിക്ക് കറക്റ്റ് അറിയില്ല, അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. നമുക്ക് ഓരോ കൊല്ലം വേരിയേഷൻസ് ഉണ്ട്. ഓക്കെ, അടുത്തതാണ് ഡു സംതിങ്. ഓക്കെ, കമൻ്റാണ് ബ്രോ കീം എക്സാമിൽ സ്പീഡ് ആൻഡ് ആക്യുറസി അല്ലേ മെയിൻ, സോ പ്രോബ്ലം സോൾവിങ് സ്പീഡ് കൂട്ടാൻ വല്ല ടിപ്സും ഉണ്ടോ? ടിപ്സ് ഒന്നും ഇല്ല ബ്രോ. ക്വസ്റ്റ്യൻസ് കുറേ ചെയ്താൽ നമുക്ക് ഓരോ കാൽക്കുലേഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് ചെയ്യാനും ഇക്വേഷൻസ് ഓരോന്നും മൈൻഡിലേക്ക് വരും. അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ഇത്. ഓക്കെ, പിന്നെ നന്ദിത 2008 പറയുന്ന കമൻ്റാണ് ഫാർമസി കോഴ്സിന് വേണ്ടി കീം എഴുതാൻ ഇപ്പോൾ പ്ലസ് ടു ആയതുകൊണ്ട് തന്നെ ബിസിയാണ്. എന്നാൽ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഗെയിം ലെവൽ പ്രിപ്പറേഷൻ നടക്കുന്നില്ല. ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് നന്നായിട്ട് പഠിച്ച ഗെയിം റേക്ക് അഡ്മിഷൻ കിട്ടും. ബിക്കോസ് PCM ഫിസിക്സ് പേപ്പേഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഫാർമസി പറ്റി നോക്കുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി, പക്ഷേ ഫാർമസിക്ക് ഗവൺമെൻറ്റിൽ സീറ്റൊക്കെ നല്ല ടൈറ്റാണ്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ തന്നെ ഫിസിക്സും കെമിസ്ട്രി നല്ലൊരു NCERT ലെവൽ. NCERT വേണ്ട, സിമ്പിളാണ് ചോദിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് +1 +2 പഠിച്ചു പോയാൽ മതി, അത് സോൾവ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, നിക്കി 524 ഇപ്പോൾ തന്നെ പഠിച്ച് പോകണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള ടൈം എക്സാമിന് വളരെ കുറവായിരിക്കും. ഇനി അടുത്താണ് നിക്കി 524 എന്ന് പറഞ്ഞ കമൻ്റാണ് ബ്രോ NCERT നോക്കി എക്സസൈസ് ആൻഡ് സോൾവ് എക്സാംസും ചെയ്യാനോ? NCERT എക്സസൈസ് ചെയ്യേണ്ടതാണ്, പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ഇനി അഭിനന്ദ് അക്കു H/2SP ഓൾ അബൌട്ട് ബ്രില്യൻ ഓൾ റിപ്പീറ്റർ ബാച്ച് ഫോർ ബിഗിനേഴ്സ് 11 മിനിറ്റ് ആയിട്ടുള്ള കമൻറ്റ് ഇട്ടിട്ടില്ലേ? ഓക്കെ, ബ്രില്യൻറ്റിലെ റിപ്പീറ്റേഴ്സ് ബാച്ച് കുഴപ്പമില്ല, നല്ല അടിപൊളി ബാച്ചാണ്. ഞാൻ ലാസ്റ്റ് ഇയർ സൈലത്തിലായതുകൊണ്ട് പറയാണ്, ഞാൻ അതിൻ്റെ പറ്റി റിവ്യൂ ചെയ്യുന്നുണ്ട്. ഞാനിത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ, എൻ്റെ അടുത്ത് കുറേ പേര് ഞാൻ ലാസ്റ്റ് ഇയർ ചേരും പറഞ്ഞു ബ്രില്യൻറ്റിന് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് കാര്യം. പക്ഷെ നമ്മൾ ഒരു +2 പഠിച്ചത് അവിടെ ഒരു യൂട്യൂബ് കണ്ടുമ്പോൾ ആ ഒരു മൂഡിൽ അങ്ങോട്ട് പോയതാണ്. പക്ഷേ ബ്രില്യൻറ്റ് മോനെ ഫാർ എത്ര എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യണമെന്ന് അറിയോ? അവർ ശരിക്കൊരു എന്താ പറയുക, അവരാണ് ശരിക്കും ഒരു സംഭവമാണ് അവർ. ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ ഉണ്ട്. നമുക്ക് ഓഫ്ലൈനിൽ പോയിട്ട് ആഴ്ചയിൽ പോയി എക്സാം എഴുതുക, എത്ര മെറ്റീരിയൽസ് വേണമെങ്കിലും അയച്ചു തരും. ഒരു സംഭവം തന്നെയാണ് ബ്രില്യൻറ്റ് എന്ന് പറയുന്നത്. ഫാർ ബെറ്റർ ദാൻ സൈലം. ക്ലാസ്സസ് ആണെങ്കിലും അടിപൊളി. എളുപ്പമല്ല, സൈലമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും ബ്രില്യൻറ്റ് പറഞ്ഞാൽ അത്രയുണ്ട്. സൈലത്തിനൊന്നും ബ്രില്യൻ്റായിട്ട് ഓൺലൈൻ്റെ കേസിലൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓഫ്ലൈൻ പോയി പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഓഫ്ലൈൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ലാസ്റ്റ് ഇയർ ഓൺലൈനിൽ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ബ്രില്യൻറ്റ് ഫാർ ബെറ്റർ ആണ് സൈലം വെച്ച് നോക്കുമ്പോൾ. അടുത്താണ് എഡ്യൂ ടിപ്സ് S9N എന്ന് പറയുന്ന ബ്രോ ആണ്. സ്റ്റഡി പ്ലാൻ ഫോർ കറൻ്റ്ലി സ്റ്റഡിങ് +2 സ്റ്റുഡൻസ്. എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട് ബ്രോ, ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. ഞാൻ അടുത്ത് റോബർട്ടോസ് NM 525 സബ്സ്ക്രൈബറാണ്. നമ്മുടെ ഡെയിലി സ്റ്റഡി വ്ളോഗ് ചെയ്യുക. നമ്മൾ ഡെയിലി സ്റ്റഡി വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം മുമ്പാണ് നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഒരു സ്ക്രൂ അതിൻ്റെ ഒരു നട്ട് ഇതായി പോയത്. പിന്നെ അത് റെഡിയാക്കിയില്ല. സ്റ്റഡി വ്ളോഗ് ചെയ്യുമ്പോഴാണ് ഞാനൊന്നും കൂടി നന്നായിട്ട് പഠിക്കുന്നത്. സ്റ്റഡി വ്ളോഗ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഞാനും നന്നായിട്ട് ഉഴപ്പുന്നുണ്ട്. ഓക്കെ, സ്റ്റഡി വ്ളോഗ്സ് എന്തായാലും ഉണ്ടാവും, ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ 30-ാം തീയതി കഴിഞ്ഞിട്ട് എന്തായാലും സ്റ്റഡി വ്ളോഗ്സ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് ഞാൻ കുറച്ച് വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി പോകും ഈ ഒരു 10 ദിവസം. എന്താ പഠിക്കുന്നുണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറെ ഈ 10 ദിവസം 30-ാം തീയതി 29-ാം തീയതി എനിക്ക് വേറൊരു എക്സാം ഉണ്ട്. സോ അതിനുള്ള ഒരു ചെറിയൊരു പരിപാടിയിലാണ് ഞാൻ. അക്കാഡമിക് അല്ല, അൺഅക്കാഡമിക് വരാനായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷെ അതിനൊരു ഡെയിലി ഒരു 2-3 മണിക്കൂർ ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ മാറ്റി വെക്കേണ്ടി വരും. അതിന് 3-4 മണിക്കൂർ മാറ്റി കണ്ടെത്തണം. സോ അതുകൊണ്ടാണ് ഞാൻ സ്റ്റഡി വ്ളോഗ്സ് ചെയ്യാത്തത്. ഇനി അത് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തണം, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ സ്റ്റഡി വ്ളോഗ്സ് ചെയ്യാത്തത്. ഓക്കെ, അടുത്ത് ഫ്രങ്കി 77 എന്ന് പറയുന്ന ബ്രോയാണ്. കീ മോക്ക് ടെസ്റ്റ് ബ്രില്യൻ ബെസ്റ്റ് സൈറ്റ് ഞാൻ പറഞ്ഞു. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് ബ്രോ, അതൊന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി ആപ്പ് ഉണ്ട്, അത് വഴി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി പോവാം. അടുത്താണ് സിയാൻ 5616 എന്ന് പറഞ്ഞ ബ്രോൻ്റെ കമൻറ്റാണ്. കീ മാർക്ക് വാസസ് റാങ്ക് വീഡിയോ എക്സാമ്പിൾ 5K 10K. ബ്രോ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എത്ര മാർക്കാണ് കീമിൽ വേണ്ടത് എന്ന് നിങ്ങളതിനെ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം. ഒരു ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ടോട്ടൽ മാർക്ക് മൈനസ് നിങ്ങൾക്ക് കിട്ടിയ നോർമലൈസ്ഡ് ബോർഡ് മാർക്ക് ഇൻറ്റു 2 ചെയ്താലാണ് ആ കിട്ടിയ ആൻസർ ഇൻറ്റു 2 ചെയ്താലാണ് നിങ്ങൾക്ക് 600ലേക്ക് വേണ്ട കീമിൻ്റെ മാർക്ക് കിട്ടുക. ഓക്കെ, ഇനി ഈ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എയിം ചെയ്യണ ഏതാണോ മാർക്ക്, അതായത് 5K ആണോ 10K ആണോ ആ റേഞ്ചിൽ വരുന്ന എയിം ചെയ്യുന്ന മാർക്കാണ്
ആ പറയുന്ന ടോട്ടൽ മാർക്ക്. ഇനി ഞാൻ ടോട്ടൽ മാർക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഒരു 5K ആണ് നിങ്ങൾക്ക് എയിം ചെയ്യണമെങ്കിൽ ഒരു 450 460 ആ റേഞ്ച് പിടിക്കുക. 450 460 റേഞ്ച് പിടിച്ചിട്ട് മൈനസ് ചെയ്യുക ബോർഡ് മാർക്ക്. കിട്ടുന്ന മാർക്ക് ഇൻറ്റു 2 ചെയ്താൽ 600ൽ കിട്ടുന്ന നോർമലൈസ്ഡ് മാർക്ക് വാങ്ങേണ്ട നിങ്ങൾ കീമിൽ എഴുതി വാങ്ങേണ്ട 600ൽ കിട്ടേണ്ട മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒരു 10K കിട്ടണമെങ്കിൽ ഒരു 420 ആ ഒരു റേഞ്ചിൽ 10K പ്ലസ് 10K ബിലോ, അതായത് 11,000 എത്തില്ല, ആ ഒരു 10 സ്കില്ലറ അല്ലെങ്കിൽ 10ൻ്റെ അടിക്ക് 410 420 ഒക്കെ ആയിരിക്കും നല്ല അതിലായിരിക്കും വരിക. 420 പിടിച്ചാൽ മതി, 410 പിടിക്കേണ്ട. ഓക്കെ, അടുത്ത് 15K 20K 15,000-ന് ലാസ്റ്റ് ഇയർ 360 ഒരു 380 കൂട്ടിയോ. ഓക്കെ, 380 ടോട്ടൽ മാർക്കായിട്ട് കൺസിഡർ ചെയ്തോ. 21,000 346,000 അപ്പോൾ 20,000-ന് ഒരു 355 പിടിച്ചോ ബ്രോ. 20,000-ന് ഒരു 355 ആ ഒരു റേഞ്ചിൽ ടോട്ടൽ മാർക്ക് കൺസിഡർ ചെയ്തു. 25,000 ആകുമ്പോൾ അതിനേക്കാളൊരു 10-15 മാർക്ക് കുറയ്ക്കുക. അങ്ങനെ നോക്കിപ്പോയാൽ മതി. ഓക്കെ, ഹലോ ബ്രദർ, ഐ ആം കീം. ഓക്കെ, ലിയമൻ്റാണ്. ഓക്കെ, ഇത് ഐഷ 4040 എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കമൻറ്റാണ്. അപ്പോൾ ഇതിൽ +2-ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ +2-ത്തെ കുട്ടികൾക്ക് പറ്റിയൊരു സ്റ്റഡി ടൈം ടേബിളാണ് ബ്രോ ആ കുട്ടി ചോദിച്ചിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യനും വളരെ കൃത്യമാണ്, വളരെ നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം കവർ ചെയ്യുന്നൊരു വീഡിയോ വിത്തിൻ 2 days ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ +2-ൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും ചെയ്യാണ്ട്, പിന്നെ നമ്മളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മോട്ടിവേറ്റിംഗ് ആണെന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ്. പിന്നെ ഞാനും വീഡിയോ ചെയ്യുമ്പോഴാണ് ഞാനും നന്നായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഞാൻ വീഡിയോ ഡെയിലി വ്ളോഗ് ചെയ്യുമ്പോഴാണ് ഞാൻ നന്നായിട്ട് പഠിക്കുന്നത്. വ്ളോഗ്സ് നിർത്തുമ്പോൾ ഞാനും ഉറപ്പായി പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ വ്ളോഗ് നിർത്തിയിട്ട് 4 ദിവസമായി. 4 ദിവസം വ്ളോഗ് നിർത്തിയെങ്കിലും ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ കുറച്ച് ഉഴപ്പിയിട്ടാണ് പോകുന്നത്. നാളെ തൊട്ടിട്ട് എന്തായാലും വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇന്നലെ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇന്നലെ ഒരു 5 മണിക്ക് ശേഷം പിന്നെ വലിയ കാര്യമായിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല. ഇന്ന് ഈ ഉച്ചവരെ ആകെ നോക്കിയത് കോംപ്ലക്സ് നമ്പേഴ്സ് ഒന്ന് റിവൈസ് ചെയ്തു, പിന്നെ ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു. അതാണ് ഇപ്പോൾ ഈ നേരം വരെ ചെയ്തത്. ഇപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ 2 മണിയാണ് കേട്ടോ ടൈം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ കമൻറ്റ്. നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്താണ് ജോൺസൺ കാർലോസ് എന്ന് പറയുന്ന ബ്രോൻ്റെ കമൻറ്റാണ്. സ്റ്റഡി പ്ലാൻ ഡ്യൂറിങ് റമദാനിൽ പ്രത്യേകിച്ച് സ്റ്റഡി പ്ലാനൊന്നും ഇല്ല ബ്രോ. ഡെയിലി പഠിച്ചു പോകണ പോലെ തന്നെ അങ്ങനെ പഠിച്ചു പോവുക. ഓക്കെ, അല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്ക് പിന്നെ സ്റ്റഡി പ്ലാൻ എനിക്കെന്തെങ്കിലും മാറ്റണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എത്തിയാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നോമ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങിയാലല്ലേ നമുക്ക് എങ്ങനെ നമ്മുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യണം, അതിന് പറ്റി നമ്മുടെ കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. സോ അത് അപ്പോൾ ചെയ്യും, നമ്മൾ മുൻകൂട്ടി ചെയ്തിട്ട് കാര്യമില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഓക്കെ, സോ നമ്മൾ എല്ലാ 24 കമൻറ്റ്സ് ഉണ്ടായിരുന്നു, 10 ലൈക്കും ഉണ്ടായിരുന്നു. അപ്പോൾ 24 കമൻറ്റ്സ് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. 24 കമൻറ്റിന് ആവറേജ് നമ്മൾ ഒരു മിനിറ്റിൻ്റെ താഴെ 50 സെക്കൻഡൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവുക. 18-19 മിനിറ്റ് വീഡിയോ ആയിട്ടുള്ളൂ. ഓക്കെ, സോ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന അപ്പോൾ ഇതേപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ എനിക്ക് പറ്റാവുന്നതാണെങ്കിൽ ഇപ്പോൾ NCCBയുടെ കാര്യമൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്കറിയില്ല. ഞാൻ പിന്നെ അതിന് പറ്റി കൂടുതൽ പറഞ്ഞാൽ അത് ചിലപ്പോൾ റോങ് ഇൻഫർമേഷൻ കൊടുക്കരുതല്ലോ. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ എന്തായാലും സെർച്ച് ചെയ്താൽ കിട്ടും ആ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട്. സോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.